ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഈ കോഴിക്കോട് ബീച്ച് സൈഡിലും അതുപോലെ ചില തട്ടുകടകളിലൊക്കെ ഇപ്പോൾ കാണാറുള്ള നമ്മുടെ ഗ്രീൻ പീസ് മുട്ട മസാല വീട്ടിലെങ്ങനെ തയ്യാറാക്കാം എന്നുള്ളൊരു വീഡിയോ ആയിട്ടാണ് കേട്ടോ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. ആദ്യം തന്നെ ഇതാ തലേ ദിവസം വെള്ളത്തിലിട്ട് വെച്ചിട്ടുള്ള ഗ്രീൻ പീസ് ഒന്ന് വേവിച്ചെടുക്കാം. അയ്യോ, എങ്ങോട്ടോ പോയി. പോയത് പോട്ടെ. നമുക്ക് ആദ്യം ഇത് കുഴഞ്ഞു പോവാത്ത രീതിയിൽ വേണം കേട്ടോ അത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഒന്നൊന്നുമൊന്ന് വിട്ടിട്ട് കിട്ടുന്ന രീതിയിലുണ്ടല്ലോ, ആ രീതിയിൽ വേണം നമുക്കത് വെന്ത് കിട്ടാൻ കേട്ടോ. ഇനി നമുക്കൊരു ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുക്കണം. എന്നിട്ട് അതിലേക്ക് ഓയിലാണ് ഇപ്പോൾ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്താലും മതിയാകും കേട്ടോ. എന്നിട്ട് അതിലേക്ക് ഒരു ടീസ്പൂണ് കടുക് ഇട്ട് കൊടുക്കാം. അതൊന്ന് പൊട്ടി വരുന്ന നേരത്ത് നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഒക്കെ ചെറുതാക്കി അരിഞ്ഞു വെച്ചത് ചേർത്ത് കൊടുക്കാം കേട്ടോ. അതൊക്കെ ഒന്നൊരു ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് മൂപ്പിച്ച് കൊടുക്കാം. അത്യാവശ്യം ഇതുപോലെ ഒരു കളർ മാറി വരുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് ഒരു മീഡിയം സൈസുള്ള 2 വലിയ ഉള്ളിയാണ് കേട്ടോ അതിൽ ചെറുതാക്കി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നത്. അതും നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഓൾറെഡി നമ്മൾ ഗ്രീൻ പീസിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതിയാവും കേട്ടോ. ഈ ഉള്ളിലേക്ക് വേണ്ട ഉപ്പ് മാത്രമേ ഈ സമയത്ത് ചേർത്ത് കൊടുക്കേണ്ടി വരുള്ളൂ. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇനി അതൊന്ന് വഴന്ന് വരാൻ വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ. ഈ ഒരു സ്റ്റേജിൽ എത്തുമ്പോൾ മഞ്ഞൾപ്പൊടി, പിന്നെ മുളക് പൊടി ആവശ്യത്തിന്, എരിവിന് ആവശ്യത്തിനുള്ളത് കേട്ടോ. നമ്മൾ കുറച്ച് ചേർത്ത് കൊടുക്കുന്നുള്ളൂ, കാരണം കുട്ടികളൊക്കെ കഴിക്കാനുള്ളതാണല്ലോ. അതുകൊണ്ട് പിന്നെ കുറച്ച് ഗരം മസാല, പിന്നെ ഒരു കുറച്ച് ചിക്കൻ മസാലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരല്പം മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതെല്ലാം കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. അതിൻ്റെ പച്ചമണമൊക്കെ മാറി വരുന്നത് പോലെ നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. അപ്പോൾ അതാ പൊടികളുടെ പച്ചമണമൊക്കെ നല്ലപോലെ മാറി വന്നിട്ടുണ്ട്. ആ സമയത്ത് നമുക്ക് വേവിച്ച് വെച്ചിട്ടുള്ള ഗ്രീൻ പീസ് നമുക്ക് അതിലേക്ക് അങ്ങോട്ട് കൊട്ടി കൊടുക്കാം. അതിൽ കുറച്ച് വെള്ളം ഉണ്ടെങ്കിൽ അതും അതിൽ തന്നെ കിടന്നോട്ടെ കേട്ടോ. എന്നിട്ട് നമുക്ക് അവസാനം വറ്റിച്ചെടുക്കാൻ വേണ്ടത്. അപ്പോൾ ഇതാ മസാലയ്ക്ക് എല്ലായിടത്തും എത്തുന്ന രീതിയിൽ നല്ലപോലെ ഒന്ന് വഴറ്റി മിക്സാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അതാ വെള്ളമൊക്കെ നല്ലപോലെ വറ്റിച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജ് ആയിരിക്കുന്ന സമയത്ത് നമുക്കതിലേക്ക് ഒരു പകുതി തക്കാളി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. അത് ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് 2 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടിട്ട് അടച്ചു വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. എന്നിട്ടത് 2 മിനിറ്റിന് ശേഷം ഞാൻ തുറന്ന് നോക്കുമ്പോൾ എൻ്റെ മോനെ നല്ലൊരു സ്മെല്ല് വരാനുണ്ട് കേട്ടോ. നമ്മളെ വായിൽ കപ്പലൊടിക്കാനുള്ള വെള്ളം വരും. ഫ്ലെയിം നല്ലപോലെ കുറച്ച് വെച്ചതിന് ശേഷം നമുക്കിതിലേക്ക് 2 കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. ഒഴിക്കുന്ന സമയത്ത് നമ്മൾ ലോ ഫ്ലെയിമിൽ ഇട്ട് വെക്കാൻ എന്തായാലും ശ്രദ്ധിക്കണം കേട്ടോ. എന്നിട്ട് നമുക്കിത് മിക്സ് ആക്കി കൊടുക്കുന്ന സമയത്ത് ഫുൾ ഫ്ലെയിമിൽ തന്നെ ഇട്ട് വെക്കാം. എന്നിട്ട് ഇതാ ഈ കോഴിമുട്ട നമുക്ക് എല്ലായിടത്തേക്കും അതിൻ്റെ മസാല എല്ലാം പിടിക്കുന്ന രീതിയിൽ നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം കേട്ടോ. ഈ സമയത്ത് വേണമെങ്കിൽ നമുക്ക് ഉപ്പില്ലെന്ന് നോക്കിയിട്ട് ആവശ്യമെങ്കിൽ അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. എരിവ് വേണം എന്നുണ്ടെങ്കിൽ ഈ സമയത്ത് അല്പം ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. അവസാനമായിട്ട് നമ്മൾ ഇതിലേക്ക് കുറച്ച് കട്ട് ചെയ്തിട്ടുള്ള മല്ലിച്ചപ്പിൻ്റെ ഇലയും കൂടെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ഈ ഗ്രീൻ പീസ് മുട്ട മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അത് ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. അപ്പോൾ വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഗ്രീൻ പീസ് മുട്ട മസാല നമുക്കിവിടെ റെഡി ആയി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പി തന്നെയാണല്ലോ അല്ലേ. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഇത് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കി വെക്കണം. ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കണം കേട്ടോ. എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് ആയിട്ടുള്ള ഷാനൂസ് റെസിപ്പി വേൾഡിലേക്ക് നിങ്ങൾ പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചാലും ഞാൻ നോക്കിക്കോളാം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തിട്ടും കൂടെ പോവാട്ടോ. ഇത് നല്ല ചൂടോട് കൂടെ കഴിക്കാൻ നല്ല പൊളി ടേസ്റ്റാണ്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ.